പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്കെല്ലാവർക്കും കൃപയും സമാധാനവും ആദ്യം തന്നെ ആശംസിക്കുന്നു. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. നമുക്ക് ദൈവസ്നേഹം എന്താണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും നമുക്ക് കുറച്ച് നേരത്തേക്ക് ധ്യാനിക്കാം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. വചനം പറയുന്നു, 1 യോഹന്നാൻ 4:12 പറയുന്നു, ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും, അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യുമെന്ന് 1 യോഹന്നാൻ 4:12 പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ദൈവസ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെടുന്നത് പരസ്പരം സ്നേഹിച്ചാലാണ്. ദൈവം നമ്മിൽ വസിക്കുന്നത് നാം പരസ്പരം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ് ദൈവം നമ്മളിൽ ഉണ്ടെന്ന് നമുക്ക് ബോധ്യമാവുകയും ചെയ്യാം. എന്നാൽ ദൈവവചനത്തിൽ പറയുന്നു, ദൈവം സ്നേഹമാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ദൈവം സ്നേഹമാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? വചനം ഇങ്ങനെ പറയുന്നുണ്ട്, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം ഇരിക്കുന്നതെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് 1 യോഹന്നാൻ 4:10 വചനം പറയാണ്, ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമ്പോഴല്ല, ദൈവം നമ്മെ സ്നേഹിക്കുമ്പോഴാണ് ദൈവസ്നേഹം ഇരിക്കുന്നതെന്നാണ് നമ്മൾ പഠിപ്പിക്കുക. അതിനെ ദൈവം നമുക്ക് എന്താണ് ചെയ്തത്? നാം ദൈവത്തെ സ്നേഹിച്ചെന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നാണ് പറയുക വചനം. അപ്പോൾ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി പിതാവായ ദൈവം നമുക്ക് സ്വപുത്രനെ അയച്ചു എന്നതാണ് സ്നേഹിക്കുന്നത്. അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് പഠിക്കണമെങ്കിൽ 1 യോഹന്നാൻ 4:9 വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു എന്ന് വചനം പറയുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടത് തൻ്റെ ഏകപുത്രനായ ക്രിസ്തു വഴി നാം ജീവിക്കേണ്ടതിനായി, ക്രിസ്തുവിലൂടെ നാം ജീവിക്കേണ്ടതിനായാണ് ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചത്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെടുക. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുക, സ്നേഹിക്കുകയും ചെയ്യുക. മറ്റൊരു വചനം നമുക്ക് പഠിക്കാം. 1 യോഹന്നാൻ 3:16 പറയുന്നുണ്ട്, ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്നും സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരന്മാർക്കു വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തു ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു, അതിലാണ് സ്നേഹം ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് എന്ത് കൊടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി ക്ഷമിക്കുവാനും അവരെ കൂടുതൽ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവസ്നേഹം എന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. അതിന് ഒരു വചനം കൂടി നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:5 പറയുന്നുണ്ട്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവസ്നേഹം ചൊരിയണത് പരിശുദ്ധാത്മാവിലൂടെയാണ്. അതാണ് വചനം പറയുക, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെയാണ് നമുക്ക് മറ്റുള്ളവരോട് സ്നേഹിക്കാൻ കഴിയുക.
നമ്മുടെ ജഡത്തിൽ നിന്നും നമുക്ക് മാനുഷിക ശക്തി കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കും. പക്ഷേ അത് ഹൃദയത്തിൽ നിന്നാവില്ല. ഒരു ഭയം ഉള്ളിൽ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ പരസ്പരം മറ്റുള്ളവരോട് പെരുമാറുക. അപ്പോൾ അങ്ങനെ അല്ല ആയിരിക്കണം. നമുക്ക് ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ, പരിപൂർണമായി സ്നേഹിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ശക്തി കൂടിയേ തീരൂ. അതാണ് വചനം ആദ്യം പറയുന്നത്, ദൈവത്തെ ആരും കണ്ടിട്ടില്ല, എന്നാൽ പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കുമെന്നാണ്. നമ്മൾ പരസ്പരം സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ നമുക്ക് ആത്മാവിൽ നിറയും. പരിശുദ്ധാത്മാവിൽ നിറയുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരോട് ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. വചനത്തിൻ്റെ യോഗ്യതയിൽ നമുക്ക് വചനത്തെ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവരെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി.